Hello everyone, I am Anjana and welcome to my YouTube channel Make of a Life. Make of a Life ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. ഇടയ്ക്ക് നാട്ടിലൊക്കെ ഒന്ന് പോയി, പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി. അപ്പം യൂട്യൂബ് ഷോർട്സ് മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത്. ലോങ് വീഡിയോ എടുക്കാൻ മാത്രമുള്ളൊരു സമയം കണ്ടെത്തിയിരുന്നില്ല. പിന്നെ വിചാരിച്ചു നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് കളക്ഷനാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒത്തിരി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ നല്ല കളക്ഷൻസ് എന്ന് പറയുമ്പം നമുക്ക് ഡ്രസ്സസ് ആവാം, സാരീസ് ആവാം, നമ്മുടെ ഡെയിലി വെയർ സാൻഡൽസ്, നമ്മുടെ കമ്മലുകൾ, മോതിരങ്ങൾ, മാലകൾ, വളകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ആക്സസറീസിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ആക്സസറീസ് എന്ന് പറയുന്നത് ഒന്ന് ബാംഗിൾസും ഒന്ന് ഇയറിങ്സും ആണ്. അപ്പം അത് ഞാൻ എവിടെ പോയാലും നല്ല സിഗ്നേച്ചർ പീസസ് ഒക്കെ വാങ്ങിച്ച് കൂട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ബാംഗിൾ ബോക്സാണിത്. വലിയ വളകളുടെ ഒരു ശേഖരണമാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ബോക്സിലുള്ളത് പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള വളകളാണ്. ഈ ബാംഗിൾ ബോക്സ് ആസ് സച്ച് ഞാൻ മുഴുവനോടെ കുറേ 7 to 8 years ബാക്ക് ആയി എൻ്റെ കൂടെ. ഇത് 7 to 8 years ബാക്ക് ഞാൻ വാങ്ങിയതാണിത്. ഇത് ഒരു ഓൺലൈൻ സ്റ്റോറിൽ ഹൈദരാബാദിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് അവർ എത്തിച്ചു തന്ന ബാംഗിൾ ബോക്സാണിത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഹൈദരാബാദിലെ നമ്മുടെ ചാർമിനാർ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവല്ലോ. ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇങ്ങനെ പല കളേഴ്സിലുള്ള, നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലത്തെ കളേഴ്സിലുള്ള വളകളാണ് അവിടെ ഉള്ളത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറ് ഞാൻ ഓൺലൈനിൽ പരിചയപ്പെട്ടിട്ട് അവരോട് പറഞ്ഞ് എനിക്ക് അവർ ഓർഡർ ചെയ്ത് അവർ അയച്ചു തന്ന ബോക്സും കുറച്ച് വളകളും ഉണ്ട്. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിച്ച വളകളുണ്ട്. ഈ ബാംഗിൾ ബോക്സ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പം ഞാൻ ഈ വട്ടം നാട്ടിൽ പോയപ്പം അത് എൻ്റെ കൂടെ കൊണ്ടുവന്നു. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് നല്ല ഇച്ചിരി ഹെവി വെയിറ്റ് ആണ് സംഭവം. പിന്നെ വളകളോട് അകത്തുള്ളത് കൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ വളകളൊക്കെ നല്ല സൂക്ഷിച്ച് ഇതിൽ വെക്കാൻ പറ്റും, ഒന്നും പൊട്ടിപ്പോവില്ല. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഈ വട്ടം വന്നപ്പം US ഇത് കൊണ്ടുവന്നു. ഒരു വള പോലും പൊട്ടിയില്ല കേട്ടോ. ഗോഡ്സ് ഗ്രേസ് എല്ലാം നല്ല സേഫായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ ബാംഗിൾ ബോക്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ വാവ്, ഇതാണ് എൻ്റെ വളകളെന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് പക്ഷെ ഞാൻ എൻ്റെ നൊസ്റ്റാൾജിക് കളക്ഷൻസ് എന്നൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ബാംഗിളിൻ്റെ സ്റ്റാൻഡ്, അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സ്റ്റാൻഡായിരുന്നു. അതിൽ നമ്മുടെ കുപ്പിവളകളൊക്കെ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചത് കൊണ്ടാണ് ഞാൻ ആ സ്റ്റാൻഡ് എടുക്കാനത്. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബാംഗിൾ കളക്ഷൻ ബോക്സ്, ബാംഗിൾ കളക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഇതിനകത്തൊരു കുട്ടി മിറർ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുട്ടി മിറർ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ പൗച്ച് ഉണ്ട്. ഇത് നല്ല മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. നല്ല സ്റ്റേബിളാണ്, സ്റ്റേഡിയാണ്. ഇതിൻ്റെ അകത്തൊരു വെൽവെറ്റ് ഒരു കോട്ടിംഗ് ഉണ്ട്. പിന്നെ 1 2 3 4 5 6 ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുന്ന ബാറുകളാണ്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ ബാർസിൽ നമ്മൾ വളകളെല്ലാം നമുക്കിങ്ങനെ എടുത്തു വെക്കാം. ഇതിൽ ഒട്ടുമിക്ക വളകളും ഞാൻ ഈ ബോക്സ് ഓർഡർ ചെയ്ത ചാർമിനാറിലൊരു കടയിൽ തന്നെ അവർ നല്ല വെൽ പാക്കേജ്ഡ് ആയിരുന്നു അവരുടെ സാധനങ്ങൾ വന്നപ്പോൾ. ഒരു വള പോലും പൊട്ടാണ്ടാണ് അവരെനിക്ക് എത്തിച്ചു തന്നത്. എൻ്റെ കയ്യിൽ എൻ്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ കാർഡ് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഞാൻ എന്നാലും ഞാൻ നോക്കട്ടെ. അതെൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും മെൻഷൻ ചെയ്യാം. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച വളകളുടെ ശേഖരങ്ങളാണിത്. ഇങ്ങനെ ഓരോ ബാറുകളും ഇന്നെടുത്ത് ഓരോ റോസ് എടുത്തെടുത്ത് കാണിക്കാം കേട്ടോ. ഇതാണ് ഒന്ന്. ഇതിലെ കളേഴ്സ് കണ്ടിട്ടുണ്ടോ? ഇത്രയും ഞാൻ പറയുകയാണെങ്കിൽ ഒന്നും അല്ല, കുറച്ചുകൂടി നല്ല നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലെയാണ് വളകൾ അവിടെ ഇങ്ങനെ അടുക്കി ഓരോ കടകളും 1 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ നിറച്ച് ചെറിയ കടകൾ. നമ്മൾ ഈ ഉത്സവപ്പറമ്പിലും പെരുന്നാളിനൊക്കെ പോകുമ്പോൾ വളക്കടകൾ കണ്ടിട്ടില്ലേ? അതിങ്ങനെ ഒരു സ്ട്രീറ്റ് ഫുൾ കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വളകളാണ് അധികവും ഇതിനകത്തുള്ളത്. പിന്നെ കുറേയൊക്കെ നാട്ടിലെ ഉത്സവങ്ങളും പെരുന്നാളുകൾക്കൊക്കെ പോയ സമയത്ത് വാങ്ങിച്ച കുപ്പിവളകളൊക്കെ ഇതിലുണ്ട്.
ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു, എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഈ വളകളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ഇടാറുണ്ട്. കോൺട്രാസ്റ്റ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. അപ്പോൾ വൈറ്റ് ഇടുമ്പം മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള വളകൾ ഇടാറുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നത്. ഈ ഗ്ലാസ് വളകളെന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു മാർക്കറ്റിലൊക്കെ ഭയങ്കര അവൈലബിൾ ആണ്. ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഗ്ലാസ് വളകൾ. പക്ഷെ എക്സാക്ട് ഗ്ലാസ് വളയല്ല ഇത് ഒരേ വളയിൽ തന്നെ ഡബിൾ കളേഴ്സ്, ഡബിൾ ഷെയ്ഡ് വരുന്ന വളകളാണിത്. റെയിൻബോ വളകൾ എന്നൊക്കെ പറയും, മഴവില്ല് വളകൾ. അതിൽ മുകളിൽ കുറച്ച് ഗിൽട്ടൊക്കെയുള്ള വളകളാണ്. ഞാൻ യൂഷ്വലി വൈറ്റ് എന്താ പറയുന്നത്, ചുരിദാർ, വൈറ്റ് ധാവണിയൊക്കെ ഇടുമ്പോൾ ഞാനിത് പ്രിഫർ ചെയ്യാറുണ്ട്. ബ്ലാക്ക് ഞാൻ ബ്ലാക്കിന് എടുക്കാറില്ല, വൈറ്റ് ആൻഡ് ക്രീം ഞാനിത് എടുക്കാറുണ്ട്. പിന്നെ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ ഇതൊക്കെ ഈ ഗ്രീന് ഈ ഗ്രീൻ ആൻഡ് ഗോൾഡൻ, ഈ ഗ്രീൻ ആൻഡ് ബേജ് കളറിൻ്റെ തന്നെ പേർപ്പിൾ കളേഴ്സും പിന്നെ അതിൻ്റെ ഗ്രീനും വേറെ ഒരു ഡാർക്ക് മെറൂൺ കളേഴ്സും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ ഒരു കയ്യിൽ മാത്രമായിട്ട് ഈ വളയിടും, അല്ലെങ്കിൽ നമ്മുടെ സിംഗിൾ വളകളുടെ ഇടയിൽ രണ്ടെണ്ണമായിട്ട് ഇതിടും. ഇതിൻ്റെ കുറേ ഒരുപോലത്തെ സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ, അതേപോലെ അടുത്തൊരു സെക്ഷനാണ് ഞാൻ മുമ്പേ കാണിച്ച ഗ്രീനിൻ്റെ ഡാർക്ക് മെറൂൺ, പിങ്ക് ഉണ്ട് അതിൻ്റെ. ഈ വളകൾ ചിലപ്പോൾ നമ്മളെല്ലാവരും നാട്ടിലെ കണ്ടിട്ടുണ്ടാകും. ഞാനിത് കുറേയൊക്കെ നമ്മുടെ നാട്ടിലെ ഗുഡ്വിൽ കളക്ഷൻസിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ട്രെൻഡിങ് ആണ് ഈ വളകൾ. ഇതിൻ്റെ ഓഷ്യൻ ബ്ലൂ, ഓഷ്യൻ ഗ്രീൻ ആ ഒരു ഷെയ്ഡാണിത്. ഇതും ഞാൻ സെയിം കളറിൻ്റെ ഒപ്പം നമ്മൾ ഈ വളകൾ ഇട്ടാൽ ഒരിക്കലും അതിൻ്റെ ഭംഗി അറിയില്ല. കോൺട്രാസ്റ്റ് ചെയ്തിടുമ്പോഴാണ് ഈ വളകളുടെ ഭംഗി ശരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ആക്സസറീസ് ഇടുമ്പോൾ ഞാൻ യൂഷ്വലി ബാംഗിൾസ്, അപ്പോൾ ഞാൻ ഇത്രയും കാത് കുത്തിയത് കൊണ്ട് ചില സമയത്ത് മാത്രമേ ഹെവി ഇയറിങ്സ് ഇടാറുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ചെറിയ മാല, പിന്നെ ഒരു കയ്യിൽ നിറച്ച് ഇതുപോലത്തെ വളകളാണ് ഇടാറുള്ളത്. അപ്പോൾ ഇതങ്ങനെ. അതേപോലെ ഞാൻ എവിടുന്നാണ് വാങ്ങിയെന്ന് ഓർമ്മയില്ല. ഇതൊരു നല്ല കല്ല് വെച്ചിട്ടൊരു വളയാണ്. ഇത് സിംഗിളായിട്ട് ഒരൊറ്റ കയ്യിലിടാം കേട്ടോ. ഡെയിലി വെയർ ഇപ്പം നമ്മളൊരു സാധാ ഇപ്പം ഒക്കേഷൻസ് നമ്മളിപ്പോൾ എവിടെയും കല്യാണത്തിന് പോകുമ്പോഴോ, കല്യാണ തലേന്ന് അങ്ങനെയൊക്കെ നമ്മൾ ലെഹങ്കയുടെ കൂടെ അല്ലെങ്കിൽ ധാവണിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ഒത്തിരി വളകൾ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, ഇതിനൊരു ഒരു സൈഡ് നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്ന് അടയും. ഇതെൻ്റെ ഒരു വളരെ ഫേവറേറ്റ് കളർ. എനിക്ക് യെല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അപ്പം അതിൻ്റെ ഒരു ഗോൾഡ് ആൻഡ് യെല്ലോ ചേർന്നിട്ടൊരു കോമ്പിനേഷനാണിത്. അപ്പം അതുകൊണ്ട് തന്നെ അതെല്ലാവരും ആ ഒരു ടൈപ്പ് വളകളെല്ലാം ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് നല്ല ഹെവി വളകളാണ്. ചെറിയ മുത്തുകളും പിന്നെ ഗ്രീൻ ആൻഡ് റെഡ് സ്റ്റോൺസ് ഇടയിൽ വരുന്ന സിംഗിൾ വളകൾ. ഇതൊരു കയ്യിൽ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമ്മൾ വളകൾ ഇട്ടതിന് ശേഷം കുറേ സിംഗിൾ വളകളുടെ ഇടയിൽ ഒരു വളയായിട്ട് ഇടാം. അങ്ങനത്തെ വളകൾ. പിന്നെ ഹാങ്ങിങ്സ് ഉള്ള വളകൾ, ജുംക്ക ഹാങ്ങിങ്സ് ഉള്ള വളയാണിത്. അങ്ങനത്തെ വളകൾ. പിന്നെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഇതുണ്ട്. പിന്നെ പ്ലെയിൻ, എൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു വളയാണിത്. പ്ലെയിൻ ഗോൾഡൻ വളകൾ, പ്ലെയിൻ ആയിട്ടുള്ള. ഇത് ബ്ലാക്കിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആ ടൈപ്പ് ഡ്രസ്സസിൻ്റെ ഒക്കെ ഒപ്പം, ചുരിദാറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ധാവണിയുടെ ഒപ്പം ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് വളയാണിത്. ഇതെൻ്റെ കയ്യിൽ കുറേ അതിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ള ഒരു വള ഭയങ്കര ബ്യൂട്ടിഫുൾ പീസാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഇതിലെ കളേഴ്സ് ഒന്ന് നോക്കിയാൽ ഓറഞ്ച്, ഓഷ്യൻ ഗ്രീൻ, അതേപോലെ വേറെ ഗ്രീൻ. ഇത് വേറൊരു ഇത് ത്രെഡ് വളകളാണ്, നൂല് ചുറ്റിയിട്ടുള്ളത്. ഇത് പെട്ടെന്ന് നൂല് ഇളകുന്ന അത്രയും വളയല്ല. ഇത് നല്ലതായിട്ട് ഞാനിത് 2 വട്ടം ഇട്ടു. ഇതിൻ്റെ ഒരു നൂല് പോലും ഇളകിയിട്ടില്ല കേട്ടോ. തീരെ ഒച്ച പോലും ഉണ്ടാവില്ല. വളയുടെ കിലുക്കങ്ങളില്ല ഇതിന്. അങ്ങനത്തെ ടൈപ്പ് വളകളാണ്. പിന്നെ ഈ ഒരു ഗ്രീൻ കണ്ടോ, ഇതും എൻ്റെ ഒരു വൺ ഓഫ് ദ വെരി ഫേവറേറ്റ് കളേഴ്സാണ്. പിന്നെ ബ്ലാക്ക് മെറ്റലിൻ്റെ വളകൾ, അതിൻ്റെ ടാഗ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇപ്പോൾ
ബ്ലാക്ക് മെറ്റലൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ്, ഒരു കോമ്പിനേഷൻ ആണല്ലോ അല്ലേ. ബ്ലാക്കിനൊപ്പം ഇടാം, വൈറ്റിനൊപ്പം ഇടാം, നമുക്കൊരു പ്ലെയിൻ കളേഴ്സിനൊപ്പം ഒക്കെ ബ്ലാക്ക് മെറ്റൽ പോകും. നല്ല ഡാർക്ക് മെറൂൺ വയലറ്റിൻ്റെ ഒക്കെ ഒപ്പം ഇടാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഈ ടൈപ്പ് ഈ ഹെവി ആയിട്ടുള്ള ബ്ലാക്ക് മെറ്റൽ വളകളിട്ട് പെയർ ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനത്തെ വളകൾ. പിന്നെ ഉള്ളത് എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഉള്ള വളകളിനകത്ത് കുപ്പിവള ഒരു ഭയങ്കര ഹരമാണ് എനിക്ക്. കുപ്പിവള ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളുണ്ടോ അല്ലേ? ഓ, ഈ ഗ്രീൻ, ഇതിന് എന്ത് തത്തപ്പച്ച എന്നാണോ പറയാൻ എനിക്ക് അറിഞ്ഞൂടെ ഈ കളർ. ഈ ഒരു ലൈറ്റ് ഗ്രീൻ, അതേപോലെ ഈ ഡാർക്ക് ബ്ലൂ കളർ, അത് കുപ്പിവളയാണ് കേട്ടോ. കിൽക്കം കേട്ടില്ലേ? ആഹാ, ഇത് ഒരൊറ്റ കയ്യിൽ ഇത്രയും വള വേണേ ഇടാം. ഇതൊക്കെ നല്ലൊരു പട്ടുപാവാടയൊക്കെ ഇടുവാണെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ഒറ്റ കയ്യിൽ ഇത്രയും വള ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. ഞാൻ ഇത് കംപ്ലീറ്റ് ഫുൾ ഇടാറില്ല, ഒരു 12 വളയൊക്കെ ഒരു കയ്യിൽ, അല്ലെങ്കിൽ മാക്സിമം 14 വളയൊക്കെ ഒരു കയ്യിലിട്ടിട്ടുണ്ട്. പിന്നെ കട്ടിയുള്ള നല്ല ഗോൾഡൻ വളകൾ. ഇത് ശരവണ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ച വളയുണ്ട് കേട്ടോ, ഇതിൽ എഴുതിയിട്ടുണ്ട് ശരവണ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വളയുണ്ട് ഇതിൽ. ഇത് ശരവണ സ്റ്റോഴ്സാണ്. ചെന്നൈയിലുണ്ട്, അതേപോലെ ഇങ്ങനെ പോണ്ടിച്ചേരിയിലും ഉണ്ട് ശരവണ സ്റ്റോഴ്സ് ഉണ്ട്. പിന്നെ നാട്ടിൽ ശരവണ സ്റ്റോഴ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടുന്ന് വാങ്ങിച്ച വളയുണ്ട്, അതിൻ്റെ ടാഗ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് അയ്യോ നോക്കട്ടെ, ഇത് കണ്ടോ, ഇതും കുപ്പിവളകളാണ്. ബ്ലാക്കും ഒരു ഡാർക്ക് ഓറഞ്ചും പിന്നെ ഒരു ഹെവി ആയിട്ടുള്ളൊരു വള, കല്ലൊക്കെ വെച്ചിട്ടുള്ളൊരു വള. ഇത് സിംഗിളായിട്ട് ഒരു ഒറ്റ കയ്യിലിടാൻ പറ്റുന്ന വളയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സാധാ ഒരു കടയിൽ നിന്ന് വാങ്ങിയ ത്രെഡിൻ്റെ വളയാണ്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കുഴപ്പം. കണ്ടോ ഈ ത്രെഡ് വളകളൊക്കെ കണ്ടോ, ആ നൂല് പെട്ടെന്ന് ഇളകി വന്നു. ഇത് റാണി പിങ്ക് കോമ്പിനേഷൻ വളകളാണിത്. റാണി പിങ്കിൻ്റെ കളറും അതിൻ്റെ മണ്ടയ്ക്ക് ചെറിയ ചെറിയ ഗോൾഡൻ സ്റ്റഡ്സ് വെച്ചിട്ടുള്ള വളയാണ്. പക്ഷേ ഇതൊരു വട്ടം ഇട്ടിട്ടുള്ളൂ, അപ്പം തന്നെ ഈ വളയുടെ ഫുൾ ഇതും ഇളകി വന്നു. ഈ ത്രെഡ് ഇളകി വന്നതോടെ ഇതിൻ്റെ ഭംഗി പോയി. പിന്നെ മാത്രമല്ല, പെട്ടെന്ന് ഈ ഒരു മുകളിലുള്ള ഈ ഗോൾഡൻ മുത്തില്ലേ, അത് ഡ്രസ്സിൽ കുരുങ്ങിയിട്ട് അതിൽ നിന്നും കുറേ നൂല് പോയി. അപ്പം ഞാൻ ഇതിപ്പോൾ അങ്ങനെ ഇടാറില്ല. പക്ഷെ കളയാൻ മനസ്സില്ലാത്തത്, കുറേ വർഷങ്ങളായിട്ടുള്ള ശേഖരമാണിത്. അപ്പോൾ ഇത് കളയാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഇതങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ത്രെഡ് വളയെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാർമിനാറിലൊക്കെ എന്താ പറയുക, ഓൺലൈനിൽ ഹൈദരാബാദ് ചാർമിനാർ ബാംഗിൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് അടിച്ച് നോക്കിയാൽ അവർക്ക് ഓൺലൈനിൽ ഒത്തിരി ഷോപ്സ് ഉണ്ട്. നമ്മളവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് സാധനങ്ങൾ നമുക്ക് എത്തിക്കും. അതിൽ വീഡിയോസ് കാണിച്ചു കൊടുത്താൽ നമ്മൾ പറയുന്ന ഫോട്ടോസ് അനുസരിച്ച് അവർ വളകളൊക്കെ സെലക്ട് ചെയ്ത് സേഫായിട്ട് നമുക്ക് അയച്ചു തരും. എന്നിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് എൻ്റെ കടയുടെ പേര് കിട്ടും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉറപ്പായിട്ട് ഇടാം. ഈ ഒരു ഗ്രീൻ, ദിസ് ഈസ് മൈ വെരി ഫേവറേറ്റ്. പിന്നെ ഉള്ളത് ഒരു വളയുണ്ട്, ഇത് ആ ത്രെഡ് വള ഭയങ്കര നല്ല വളയാണ്. അതേപോലെ ഇതും ത്രെഡിൻ്റെ വളയാണ്, ഓറഞ്ച് വളയാണിത്. ഇതും നല്ല ഭംഗിയാണ്. ഞാനിത് ഒരു 2 വട്ടം ഇട്ടിട്ടുണ്ട്, പക്ഷെ ആ ത്രെഡ് ഇളകിയിട്ടേ ഇല്ല. ചെറിയ കിലുക്കമുണ്ട് ഈ വളയ്ക്ക്. നല്ല വളകളാണിത്. അതേപോലെ ഈ ഒരു ഗ്രീനും എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്. ഇതിൽ ചെറിയൊരു തിളക്കമുണ്ട്, ചിലപ്പം അതങ്ങ് ഫെയ്ഡ് ചെയ്ത് പോകും. എന്നാലും ആ ഗ്രീനിൻ്റെ ഭംഗി ഭയങ്കരമാണ്. നമ്മുടെ സെറ്റ് മുണ്ടുമൊക്കെ ഉടുക്കുമ്പം നമുക്കിടാൻ പറ്റിയൊരു കളറാണിത്. അതിൻ്റെ കിലുക്കം, ഈ വളയുടെ കിലുക്കമാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കറുത്ത ഇത് ശരിക്കും കുപ്പിവളയല്ല, എൻ്റെ കയ്യിൽ വേറെ ഒറിജിനൽ നല്ല കുപ്പിവളയുണ്ട്. ഇത് കുപ്പിവളയുടെ വേണമെങ്കിൽ ഒരു ഡ്യൂപ്പെന്ന് പറയാം. കറുത്ത വളകൾ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി, എല്ലാവരുടെയും കൈക്ക് ചേരുന്ന ഒരു കളറാണ് കറുപ്പ്. നല്ല ഭംഗിയാണ്. ഇതും അതുപോലെ നമുക്ക് സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഒരു കയ്യിൽ നിറച്ച് കറുത്ത വളയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഇടാറുണ്ട്. വേറൊന്നും വേണ്ട, വേറൊരു അപ്പത്തെ കയ്യിൽ ഒന്നും ഒരു വള ഇടണ്ട. ഇത് ജസ്റ്റ് ഒരു കയ്യിൽ മാത്രം ഇടാൻ പറ്റിയ വളകളാണ്. പിന്നെ
പിന്നെ എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് കോമ്പിനേഷനാണ് ഈ ഗോൾഡൻ, ഈ ബേജ് കളർ. അപ്പം ഇന്നലെ ഒരു വെഡ്ഡിങ്ങിന് പോയപ്പോൾ ഞാൻ ഇട്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ബാങ്കിൽ എവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ചാർമിനാറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ അവരോട് ഓർഡർ ചെയ്ത് അവരെനിക്ക് എത്തിച്ചു തന്ന വളകളാണ്. ഇതിൻ്റെ ഫുൾ സെറ്റ് ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. ചില ആൾക്കാർ വള പെയർ ചെയ്യും. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ചില ഓൺലൈൻ എന്താ പറയുക സ്റ്റോഴ്സിലൊക്കെ ആൾക്കാർ നല്ലതായിട്ട് വള പെയർ ചെയ്ത് കൊടുക്കും. നല്ല ഭംഗിയാണ് വള പെയർ ചെയ്യുന്നത്. പണ്ടിന് എറണാകുളം ഗുഡ്വിൽ സ്റ്റോറിൽ പോകുമ്പോൾ അവരോട് ഇങ്ങനെ പറയും ഈ വള വേണം, ഈ വള വേണം. അപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ പെട്ടെന്നാണ് വള പെയർ ചെയ്ത് തരുന്നത്. അത് അങ്ങനെ ഇടുമ്പോൾ നല്ല ഭംഗിയാട്ടോ. ഈ ബേജ് കളർ ഞാൻ എൻ്റെ ഒരു ധാവണി എന്താ പറയുക ലൈറ്റ് ബ്ലൂ, ഒരു ബ്ലൂ സ്കേർട്ട് ആൻഡ് വൈറ്റ് ബ്ലൗസിൻ്റെ ഒപ്പം ഞാൻ പെയർ ചെയ്തിട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ കളർ. ഈ ബേജ് കളറൊക്കെ എല്ലാ എന്താ പറയുക കളേഴ്സിനൊപ്പം പോകും. നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ളതും അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഇടുവാണെങ്കിൽ മൾട്ടി കളർ ഔട്ട്ഫിറ്റ് ഇട്ടാലും ഈ ബേജ് കളർ വളകളൊക്കെ പെട്ടെന്ന് പോകും. നല്ല മാച്ചിങ് ആയിരിക്കും. ഇതാണ് എൻ്റെ വളയുടെ ശേഖരണം. ഇതിലും ഓരോന്നെടുക്കുമ്പോൾ എല്ലാം ഫേവറേറ്റ് ആണ്. അതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ ഭയങ്കര എന്താ പറയുക കോമ്പിനേഷൻസ് വെച്ചാൽ ഞാൻ പറയും സീ ബ്ലൂ ആൻഡ് സീ ഗ്രീൻ, ഓഷ്യൻ ബ്ലൂ ഓഷ്യൻ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ. ഇതും നല്ല ഭംഗിയുള്ള വളകളാണിത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഒരു സന്തോഷം. നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് അത് വളരെ സൂക്ഷിച്ച് കാലാകാലങ്ങളോളം നമ്മൾ നമ്മുടെ ഒപ്പം കീപ്പ് ചെയ്യണം. വെറുതെ കുറേ പൈസ കൊടുത്ത് വാങ്ങിച്ചു അത് നശിപ്പിച്ച് കളയാതെ എല്ലാം നല്ല സൂക്ഷിച്ചു വെക്കുക. കുറേ കാലം ഞാൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് സാധനങ്ങളെ ഉള്ളെങ്കിലും അത് എനിക്ക് ഭയങ്കര എന്താ പറയുക എല്ലാം പ്രഷ്യസ് ആണ്. എനിക്ക് ചിലത് ഗിഫ്റ്റ് കിട്ടിയതാവും, ചിലത് ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ട് വാങ്ങിയതാവും. ഒരു 10+ ഇയേഴ്സിൽ തൊട്ടുള്ള ഇയറിങ്സ്, ബാങ്കിൾസ് ഒക്കെ എൻ്റെ കൂടെയുണ്ട്. അതിലും പഴക്കം ഉള്ള വളകളും മാലകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോഴും അതൊക്കെ കോട്ടൺ കൊണ്ടൊക്കെ തുടച്ച് പൊതിഞ്ഞ് വെക്കും. ചിലതൊക്കെ കളർ ഫെയ്ഡായിട്ടിട്ട് എന്നാലും കളയില്ല, സൂക്ഷിച്ചു വെക്കും. അപ്പോൾ നമുക്കുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, വളകൾ, മാലകൾ, കമ്മലുകൾ, മോതിരങ്ങൾ, മൂക്കുത്തികൾ, മിഞ്ചികൾ എല്ലാം നല്ല സൂക്ഷിച്ച് വെക്കുക. പിന്നെ എന്താ പറയുക കടകളിലൊക്കെ പോകുമ്പോൾ നമുക്കില്ലാത്ത കോമ്പിനേഷൻസ് നോക്കി വാങ്ങിക്കുക. ഇപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. ഓരോ കളേഴ്സൊക്കെ ഒന്ന് കാണണം, അതനുസരിച്ച് പെയർ ചെയ്തിടാൻ നോക്കുക. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ കുട്ടി വളശേഖരണം. ഇനി ഇത് യൂഷ്വലി നമ്മൾ ഇതോടെ ഒന്ന് കാണിക്കട്ടെ. ഇത് കണ്ടിട്ടോ, നമ്മുടെ വളകാപ്പിനൊക്കെ ഇടുന്ന അത്രയും വളയാണിത്. തമിഴ്നാട്ടിലൊക്കെ വളകാപ്പിനൊക്കെ ഇടുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളകൾ ഇടുന്നത്. അയ്യോ ഒന്ന് ചാടിപ്പോയി. ആ ടൈപ്പ് വളകളാണിത്. ഇത് നല്ല കിലുക്കാണ് കേട്ടോ. അങ്ങനത്തെ ഇതൊക്കെ പ്ലെയിൻ പച്ച സാരിയുടെ ഒപ്പം ഇങ്ങനത്തെ വള ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ഹൈലൈറ്റ് ആയിരിക്കും. ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അങ്ങനത്തെ വളകൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വളശേഖരണം. ഇനി മറ്റൊരു വീഡിയോയിലൂടെ എൻ്റെ കുറച്ച് കളക്ഷൻസ് കൂടി കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാൻ മറക്കരുത്. കുറേ കാലങ്ങൾക്ക് ശേഷം വരുന്നൊരു വീഡിയോ ആണിത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെന്താ, തുടർന്ന് വരുന്ന വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊന്നുമില്ല, വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒത്തിരി സന്തോഷങ്ങൾ നേരുന്നു. സീ യു ഓൾ സൂൺ. ടേക്ക് കെയർ. ബൈ.